സുഖജീവന്റെ ഹെൽത്തി വെയിറ്റ് ലോസ് സ്മൂത്തി എത്ര നാൾ കഴിക്കുന്നത് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ലഘുവായിട്ട് ഉത്തരമാണ് പറയണത്. 4 തരത്തിലാണ് സാധാരണ വെയിറ്റ് ലോസ് വരുന്നത്. ഒന്ന്, നമ്മൾ കഴിച്ച ആഹാരത്തിനുള്ള ന്യൂട്രിയൻസിനെ ശരീരം അബ്സോർവ് ചെയ്യാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രവർത്തനത്തിന് ഊർജ്ജം വേണ്ടി വരും. അത് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റോ അല്ലെങ്കിൽ മസിലോ എടുത്ത് ചെലവഴിക്കപ്പെടും. രണ്ടാമത് ചെയ്യണത് നമ്മളുടെ ശരീരത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ ബേൺ ചെയ്തിട്ട് ഊർജ്ജമാക്കി മാറ്റുക. മൂന്നാമത്തെ പ്രക്രിയ നമ്മുടെ ശരീരത്തിലുള്ള മസിലിനെ തന്നെ ഊർജ്ജമാക്കി മാറ്റുക. ഒന്ന്, നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് പലതരത്തിലുള്ള രോഗത്തിന് കാരണമായി തീരാം. രണ്ടാമത്, നമ്മുടെ വിലപ്പെട്ട മസില് തന്നെ നഷ്ടപ്പെട്ടു പോകും. അതും നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ട് തീരാം. ഇതിനുപയോഗിക്കുന്ന അധികവും കെമിക്കൽസോ ആന്റിബയോട്ടിക്സോ അതുപോലെ സ്റ്റിറോയിഡുകളൊക്കെയാണ്. ഇതെല്ലാം നമുക്ക് സൈഡ് എഫക്റ്റ് ചിലപ്പോൾ നാളെ ശരീരമൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും രോഗികളൊക്കെ തീർന്നു വരാം. അതുകൊണ്ട് ഇത്തരം ഉള്ള വെയിറ്റ് ലോസ് രീതി പരമാവധി നമ്മൾ സ്വീകരിക്കാതിരിക്കുകയാണ് നല്ലത്. ഇതൊരു അൺഹെൽത്തി ആയ രീതിയാണ്. മറ്റൊരു പ്രശ്നം, ഇത് ശരീരവുമായിട്ടുള്ള ഒരു അസ്വാഭാവികമായ പ്രക്രിയയാണ്. അതിന്റെ ഫലമായിട്ട് നമ്മൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് വെയിറ്റ് കുറച്ചാൽ തന്നെ ഇതൊക്കെ നിർത്തി കഴിയുമ്പോൾ ബലൂൺ വീർക്കുന്ന പോലെ വീണ്ടും നമുക്ക് വെയിറ്റ് കൂടി വന്നു വരാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന 4ാമത് രീതിയാണ്. നമുക്ക് വെയിറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഒരു ദിവസം ആവശ്യമുള്ളത് 3000 കലോറി ആണെങ്കിൽ നമ്മൾ 3000 കലോറി 4000 കലോറി കൂടും കഴിക്കുമ്പോൾ വെയിറ്റ് കൂടി വേണം. കാരണം ബാക്കി വരുന്ന 1000 കലോറി അത് ഫാറ്റാക്കി മാറ്റി ശരീരത്ത് സ്റ്റോർ ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്യണത്, നിങ്ങൾക്ക് 3000 കലോറിയാണ് ആവശ്യമെങ്കിൽ ഒരു 2500 കലോറിയാണ് ശരീരത്തിനകത്തേക്ക് ഇടുള്ളൂ. കാരണം 3 നേരത്തെ ആഹാരത്തിലൂടെയാണ് 3000 കലോറി ചെല്ലണത്. 2 നേരം നിങ്ങൾ കഴിച്ചു, അപ്പൊ അതിനകത്ത് 1000 2000 കലോറി കിട്ടി. മൂന്നാമത്തെ നേരം കിട്ടുന്ന 1000 കലോറിക്ക് നിങ്ങൾക്ക് 500 കലോറി കിട്ടണം. നമ്മളുടെ ഫുഡിൽ അത്ര ഉണ്ടാവുള്ളൂ. 500 കലോറിയുടെ കുറവ് വരും. ഈ കുറവ് നിങ്ങളുടെ ശരീരത്ത് പണ്ട് നിങ്ങൾ കഴിച്ച് സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഫാറ്റിനെ ബേൺ ചെയ്തിട്ട് ഉപയോഗിക്കും. അതിനെ ഊർജ്ജമാക്കി എനർജിയാക്കി മാറ്റി ഉപയോഗിക്കും. ഇങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയായിട്ടൊന്നും ഭയപ്പെടാനില്ല. വേറെ ശരീരത്തിന് ദോഷമൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെ ഇങ്ങനെ വെയിറ്റ് കുറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൂടുമെന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മറ്റൊരു ഗുണം, നമ്മളുടെ ഹാർട്ടിന്റെ ആർട്ടറികളുടെ ഉള്ളിലോ അതുപോലെ മറ്റ് ശരീരത്തിന്റെ വൃക്കയ്ക്കുള്ളിലോ അതുപോലെ ശരീരത്തിന് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ കൊഴുപ്പ് അടിഞ്ഞ് കൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പതുക്കെ ബേൺ ചെയ്തു പോകും. അങ്ങനെ നമുക്ക് ഭാവിയിൽ മറ്റ് രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഉള്ള ഒരു സംവിധാനം കൂടിയാണ് നമ്മൾ ചെയ്യുന്ന ഈ വെയിറ്റ് ലോസ് രീതി. അതുകൊണ്ട് വളരെ ശാസ്ത്രീയവും അതുപോലെ ആരോഗ്യപ്രദവുമായിട്ടുള്ളൊരു വെയിറ്റ് ലോസ് സമ്പ്രദായമാണ്. പക്ഷെ നമ്മൾ സാധാരണ സ്റ്റിറോയിഡും ആന്റിബയോട്ടിക്സും പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് 10 കിലോയും 15 കിലോയും കുറയ്ക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ കുറയ്ക്കരുത്. അത് വളരെ അപായകരമായ ഒരു അവസ്ഥയാണ്. ഇത് നമുക്ക് നോർമലായിട്ട് വെയിറ്റ് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഒരു 3-4 മാസം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ ആദ്യം 10-15 ദിവസം കൊണ്ട് മാത്രം ശരിയായ മാറ്റം കണ്ടോളന്നില്ല. എല്ലാവർക്കും അല്ല, ചിലർക്ക് കാണും, ചിലർക്ക് കണ്ടോളന്നില്ല. ശരീരത്ത് കൂടുതലായിട്ട് കൊഴുപ്പ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് വരാൻ കുറച്ച് സമയം പിടിക്കും. അതുപോലെ വാട്ടർ കണ്ടന്റ് ശരീരത്തിൽ കൂടുതലുണ്ടാവും. ഈ കൊഴുപ്പ് കൊണ്ടോ ഫാറ്റ് മസിൽ കൊണ്ടോ ബോണിന്റെ വെയിറ്റ് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വാട്ടർ കൂടിക്കഴിഞ്ഞാലും ഉണ്ടാവും. അത് കുറയാനും കുറച്ച് സമയം ചിലപ്പോൾ പിടിച്ചു എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. നമ്മുടെ വെയിറ്റ് കുറഞ്ഞ് ആരോഗ്യകരമായ ഒരു ശരീരമായി തീരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു നേരം ഇത് ആഹാരമായിട്ട് സ്ഥിരം കഴിച്ചു പോവുക. 2 നേരം നിങ്ങൾ സാധാരണ കഴിക്കുന്ന പോലെ ഇപ്പൊ കഴിക്കുന്ന പോലെ കഴിക്കുക. ഒരു നേരം നമ്മുടെ ഫുഡ് മാത്രം കഴിക്കുക. ഇത് ഹെൽത്തിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടുമെങ്കിൽ വെയിറ്റ് കൂടുമില്ല. അതാണ് ഈ ഫുഡിന്റെ ഒരു അഡ്വാൻറ്റേജ്. പൗഡർ കൂടാതെ നമുക്ക് ഫ്രൂട്ട്സ് ഉപയോഗിക്കാം, അതുപോലെ ഗീ ഉപയോഗിക്കാം, കോക്കനട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യണത്. ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെ അലർജി ഇല്ല, ഫാറ്റി ലിവർ ഇല്ല, കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പശുവിന്റെ പാൽ ഉപയോഗിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇത് റോ ആയിട്ട് കഴിക്കാനുള്ള ഫുഡാണത്. ഇനി പശുപാൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ചൂടാക്കി ആറ്റി ഒരു നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് കഴിക്കണം. തണുത്ത് ഉപയോഗിക്കുന്ന പാൽ ഉപയോഗിക്കുന്നത് നമുക്ക് അഡ്വൈസ് ചെയ്യാവുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ആരോഗ്യമായ ഒരു ശരീരം നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഹാര സൗഷ്ഠവമുള്ള ശരീരം നേർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.